ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സന്ദർഭത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാനായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമല്ല, അതിനു മുമ്പേ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ ചില വിഷയങ്ങളുണ്ട്. ശരിയാണോ? ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതിനുള്ള മറുപടി ദൈവം ഇന്ന് നമുക്ക് തരാൻ പോവുകയാണ്. ചില വിടുതല് ദൈവം നൽകാൻ പോകുന്നത് വിശ്വസിക്കുകയാണോ? ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ച് ദൈവത്തിൽ നിന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. നമ്മുടെ തലമുറകളുടെ വിവാഹം, നമ്മുടെ കുടുംബം ഭദ്രമായി തീരണം, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ വരരുത്. ഈ വിധത്തിൽ വരുന്ന വിഷയങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. തിരുവഴുത്തിൽ നിന്ന് നമ്മളൊന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ പോയിന്റ് മറക്കരുത്. തിരുവഴുത്തിൽ നിന്ന് ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, സംശയമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായി വെച്ച വിഷയത്തിൽ തിരുവഴുത്ത് എന്തു പറയുന്നു, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണ് അതിന്റെ തടസ്സങ്ങൾ, ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മഹത്വം കൊടുത്താൽ ഒന്ന് വിടുതൽ ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, ഇസഹാക്ക് അവൻ പ്രായമായി കഴിഞ്ഞപ്പോ അപ്പം പറഞ്ഞു, അബ്രഹാം പറയുന്നു ഇസഹാക്കിനെ ഒരു ഭാര്യയെ കൊണ്ടുവരണം, എലിയാസറിനെ ഏൽപ്പിക്കുന്നു, ആ ദാസനെ ഏൽപ്പിക്കുന്നു. എലിയാസർ എന്ന് നമ്മൾ കരുതുന്നു. ആ ദാസനെ ഏൽപ്പിക്കുന്നു, ദാസൻ പോകുന്നു. കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ചെന്നെത്തുന്ന വീട് നമുക്കറിയാം, ലാബാന്റെ വീട്ടിലാണ് എത്തുന്നത്, അല്ലേ? ലാബാന്റെ വീട്ടിലെത്തുകയാണ്. ലാബാന്റെ സഹോദരി, അല്ലേ? നമുക്കറിയാം, റിബേക്കെ കല്യാണം കഴിക്കാനായിട്ട് കാര്യങ്ങളെല്ലാം ക്രമീകൃതമായി. കാര്യങ്ങളെല്ലാം പറഞ്ഞു, വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ സന്ദർഭങ്ങളൊന്നും വിശദീകരിക്കേണ്ട നമുക്ക് നന്നായിട്ട് അറിയാം. എല്ലാം കഴിഞ്ഞ് അവർ നേരെ വെളുത്തു കഴിഞ്ഞപ്പോ എലിയാസർ പറയുക, ഞങ്ങള് ബാലയും കൊണ്ട് പോവാന്ന് പറഞ്ഞപ്പോ അമ്മയും ലാബാനും കൂടെ പറയുന്നൊരു വാചകമുണ്ട്, ബാല 10 ദിവസമെങ്കിലും ഒന്ന് താമസിച്ചിട്ട് പോയാൽ പോലെ. വല്ല മനസ്സിലായി? ഒന്ന് ഗ്രഹിക്കാനുണ്ട്. അവിടെ നിന്ന് ഗ്രഹിക്കാനുണ്ട്. എന്താണെന്നറിയാമോ? വിവാഹത്തെ താമസിപ്പിക്കാനായി ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഉടനെ നടക്കേണ്ട വിവാഹം. പരിശുദ്ധാത്മാവിന്റെ നിഴലാണ് എലിയാസർ പറയുന്നു, ഈ വിവാഹം ഉടനെ നടക്കേണ്ടതാണ്, ഒട്ടും താമസിപ്പിക്കരുത്. എന്നാൽ അന്ധകാര ശക്തി വ്യാപരിക്കുമ്പോ ആ ശക്തിയുടെ ലക്ഷ്യം എന്താ അറിയോ? ഒന്ന് താമസിപ്പിക്കണം, 10 ദിവസമെങ്കിലും. ചില വിഷയങ്ങളിൽ വരുന്നത് ഒന്ന് ഓർക്കുക, 5 വർഷം 10 വർഷം ഒക്കെ കല്യാണം ഒന്ന് താമസിപ്പിച്ചാലത്തെ ബുദ്ധിമുട്ടൊന്ന് ഓർത്ത് നോക്കാമോ? ഇവിടെ ശുശ്രൂഷിച്ച് കടന്നുപോയ ദൈവദാസന്മാരുടെ മക്കൾ, സ്തോത്രം, നമ്മളെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇന്ന് ദൈവസ്ഥിതിയിൽ ദൈവമക്കളെ നമ്മൾ സഭ ചേർന്ന് പ്രാർത്ഥിക്കുക, അവരിവിടെ ഇല്ല. പക്ഷെ ഒരു അത്ഭുതം നടക്കുന്നത് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാമോ? ഇന്ന് നമ്മൾ വചനം തിരിച്ചറിഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ 400 ദിവസത്തിനകം ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം വരുത്താൻ പോവുക. കാരണം ഇടപെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു ലാബാനി ബന്ധനം പറയുക, വിവാഹം ഇപ്പൊ നടക്കണ്ട, അതൊരു കുറച്ചുകൂടെ വൈകട്ടെ, ഒന്നുകൂടെ വൈകട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, യേശുവിൻ പറയാ, വൈകിക്കൂടാ. യേശുവിൻ നാമത്താൽ വിവാഹം ഹല്ലേലൂയ തടയുന്ന ദുഷ്ട അന്ധകാര വ്യാപാരമേ യേശുവിന്റെ നാമത്താൽ ഒരു ജയം കൽപ്പിക്കുകയാണ്. വിട്ടുമാറുക. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ വിളിക്കേണ്ട പേരാണ് ലാബാനി ശക്തി. എന്താണ് പരിപാടി? വിവാഹം കൃത്യസമയത്ത് നടക്കാതെ അതിനെ ഒന്ന് തടയുന്ന ശക്തിയായിട്ട് അവിടെ വ്യാപരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ അറിയോ? അങ്ങനെ വരുമ്പോ ഇടപെടാൻ ഒരു എലിയാസറുണ്ട്. സ്തോത്രം. നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പറയണം, കർത്താവേ, ഞങ്ങൾ ഗ്രഹിക്കുന്നു, ഇങ്ങനെ വിവാഹം നടന്നിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുകൊണ്ട്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കരമൊന്ന് ചലിച്ചാട്ടെ. ഈ വിഷയത്തിന്റെ മധ്യത്തിൽ കർത്താവ് ഒന്ന് പ്രവർത്തിച്ചാട്ടെ. ഞങ്ങളുടെ കർത്തൃദാസന്മാര്, ഹല്ലേലൂയ, അങ്ങേക്ക് വേണ്ടി അധ്വാനിച്ച ദൈവദാസന്മാര്, അവരുടെ മക്കളുടെ വിവാഹത്തിന് ഒരു തടസ്സം ഇട്ടുകൊണ്ട് പോരാടുന്ന ദുഷ്ട അന്ധകാര വ്യാപാരമേ യേശുവിന്റെ നാമത്താൽ നീങ്ങി മാറട്ടെ. ഹല്ലേലൂയ. ഇനിയും നമുക്ക് കാണാൻ കഴിയും, ഈ ലാബാനി ശക്തി എവിടെ കൊണ്ടൊന്നും തീരില്ല. യാക്കോവിന്റെ കല്യാണം വന്നു, അല്ലേ? യാക്കോവ് സ്നേഹിച്ചത് റാഹേൽ. കല്യാണം എല്ലാം പറഞ്ഞ് തീരുമാനമായി, അല്ലേ? തീരുമാനമായി കഴിഞ്ഞപ്പോ, കല്യാണ ദിവസം കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി. എന്താ പറ്റിയെന്നറിയോ? ഒരു പറ്റിക്കലാണ്, ഒരു വല്ലാത്ത പറ്റിക്കലാണ്. കല്യാണത്തിൽ, വിവാഹ ജീവിതത്തിൽ ഒരു പറ്റിക്കൽ. എന്താ സംഭവം എന്നല്ല മനസ്സിലായോ? അതായത് പിള്ളേർ ജനിച്ചു, യാക്കോബും ഏശാവും ജനിച്ചു.
അപ്പുറത്ത് 2 മക്കൾ അവിടെ ഉണ്ട്, റാഹേലില്ലേ. അന്നൊക്കെ കല്യാണം മുമ്പേ പറഞ്ഞു ഒപ്പിക്കും. മൂത്തവൻ ഏശാവ്, ഏശാവിന്റെ ഭാര്യ ലേയ, മൂത്തവന് മൂത്തവള്. രണ്ടാമത്തവൻ യാക്കോബ്, യാക്കോബിന് റാഹേലിനെ അവിടെ പറഞ്ഞു ഒത്തു വെച്ചിരിക്കുക. അതുകൊണ്ട് യാക്കോബ് അവിടെ ചെന്ന സമയത്ത് യാക്കോബ് കാത്തിരുന്നതാ തനിക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ചിരുന്ന പെണ്ണാരാ? റാഹേല്. അവളെ കണ്ടപ്പോൾ മനസ്സിലായി സുന്ദരിയാ, എല്ലാം കൊണ്ട് എനിക്ക് യോജിച്ചതാ. അതുകൊണ്ടാണ് അവൻ തീരുമാനിച്ചത്. ലേയ അല്ല കല്യാണം കഴിക്കുന്നത്. പക്ഷെ കല്യാണ ദിവസം നടന്നപ്പോൾ മനസ്സിലായത് ചേട്ടന്റെ ഭാര്യയെ തനിക്ക് തന്നിരിക്കുന്നു. മറ്റൊരുത്തന്റെ ഭാര്യയെ തന്നാൽ അത് എത്രത്തോളം കാര്യങ്ങൾ നടക്കും. യാക്കോബ് അതാ പറഞ്ഞത്, ഇതെനിക്ക് ശരിയാവില്ല. അല്ലാതെ കണ്ണു മങ്ങിയെന്ന് മാത്രമല്ല പ്രശ്നം, അവനറിയാം അത് ജ്യേഷ്ഠന്റെ ഭാര്യ. പക്ഷേ ലാബാൻ മനസ്സിലാക്കി ഇത് ഇവിടെ നടത്തിയില്ലെങ്കിൽ സംഗതി പ്രശ്ന. ഏശാവ് അന്യജാതിക്കാരൊന്ന് വിവാഹം നടത്തിയിരിക്കുക, ഇവളുടെ കാര്യം നിന്ന് നടക്കാൻ ആളില്ല. അതുകൊണ്ട് ഒരു തരികട ഒപ്പിച്ചതാ. വിവാഹത്തിൽ ഒരു തരികട ഒപ്പിച്ച് യഥാർത്ഥ കല്യാണം നടക്കേണ്ടടുത്ത് മറ്റൊരുത്തന്റെ ഭാര്യയെ ഏൽപ്പിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മറ്റാരും കുറ്റപ്പെടുത്തേണ്ട മാനസിക ശക്തിയല്ല, അതിന്റെ പിന്നിൽ വ്യാപരിച്ച ഒരു ശക്തിയുണ്ട്. അതിന്റെ പേരാണ് ലാബാനി ശക്തി. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നാൽ കാത്തിരിക്കണം എന്നാ പറയുന്നത്. ഒരു കല്യാണം അടുത്ത് നടക്കണമെങ്കിൽ യാക്കോബേ, നിന്റെ ഭാര്യ, നിനക്ക് വേണ്ടുന്ന ഭാര്യ, നീ സ്നേഹിക്കുന്ന ഭാര്യ, നിനക്ക് വിചിച്ചിരിക്കുന്ന ഭാര്യ, അത് മറ്റാരുമല്ല, ലേയല്ല, റാഹേൽ തന്നെയാ. അവൾ സുന്ദരിയാണ്, അവളാണ് നിനക്ക് യോജിച്ചത്, നിന്റെ സ്നേഹം മുഴുവൻ പകരാൻ കഴിയുന്ന നിനക്കുള്ള ഒരുക്കി വെച്ചിരിക്കുന്ന ഇതാ. അപ്പോൾ ലാഭം പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഒരു 7 വർഷം കഴിയട്ടെ, ഒരു 7 വർഷം കഴിയട്ടെ, ഒരു 7 വർഷം കഴിയട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പ്രിയ മകനെ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നന്മകളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടയന്ധകാര വ്യാപാരം തിരിച്ചറിഞ്ഞ് ഇന്ന് നമ്മളൊന്ന് ഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ലാബാനി ശക്തിയിട്ട ഒരു പോരാട്ടമാണ് സംഭവിച്ചതെങ്കിൽ ജീവിതത്തിൽ നേരിട്ട ഈ ലാബാന്യ പോരാട്ടത്തെ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ശാസിക്കാൻ പോവുക. ഒരു 7 വർഷത്തെ ഒരു ദൈർഘ്യമൊന്നും വേണ്ട. നിന്നെ കൊണ്ട് അധ്വാനിപ്പിച്ച്, നിന്നെ കൊണ്ട് ക്ലേശിപ്പിച്ച് നിനക്ക് വീണ്ടും ഒന്നും ഒരുക്കുന്ന രീതിയല്ല. അതിനപ്പുറത്ത് ഒരു ജയം പ്രാപിക്കുവാൻ ദൈവമക്കളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ നാമത്താൽ, യേശുവിൻ നാമത്താൽ, യേശുവിൻ നാമത്താൽ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ അങ്ങ് വെളിപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്താൽ അന്യായ ബന്ധനത്തെ ഞങ്ങൾ ശാസിക്കുകയാണ്. ഇനി 7 വർഷം കഴിഞ്ഞ അധ്വാനം ചെയ്തതിനു ശേഷമല്ല, ദൈവത്തിന്റെ കൃപ വ്യാപരിച്ച് ഒരു തട്ടിപ്പ് നടന്നെങ്കിൽ, ഒരു ബന്ധനം അവിടെ ഒരുക്കി വെച്ചത് ലാബാന്യ പോരാട്ടമായിരുന്നെങ്കിൽ ആ പോരാട്ടത്തെ ദൈവം നീക്കി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നന്മ കണ്ടുകൊള്ളുവീൻ. വിശ്വാസത്തോടെ പറഞ്ഞു പ്രാർത്ഥിക്കണം, കർത്താവേ, ഇതിന്റെ പിന്നിൽ വ്യാപരിച്ച ദുഷ്ട അന്ധകാരത്തെ നീക്കി കാര്യങ്ങളെ ക്രമീകൃതമാക്കി തന്നേ തെറ്റു. കർത്താവേ, ഞങ്ങളത് തിരിച്ചറിയുന്നു, അത് അങ്ങയുടെ വാഴ്ചത്വമെന്ന് തിരുവഴുത്തിലൂടെ ഗ്രഹിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തീർന്നില്ല. ഇനിയും നമുക്കറിയാം ഈ ബന്ധനം എങ്ങനെയാണ്. കുടുംബം നേരെയായാൽ എന്താ സംഭവിക്കുന്നത്? പല കുടുംബങ്ങളിലും ഈ ബന്ധനം ഇനി നിൽക്കുന്നുണ്ട്. എങ്ങനെയാ നിൽക്കുന്നതെന്ന് അറിയാമോ? യാക്കോബ് ചോദിക്കുക, ഞാൻ വർഷങ്ങളായി അധ്വാനിക്കുന്നു, 14-20 വർഷമായി ഞാൻ അധ്വാനിക്കുന്നു, അധ്വാനിച്ചൊന്നും കാണാനില്ല. നീ അധ്വാനിച്ചത് എവിടെ? കുടുംബം കിടന്ന് കഷ്ടപ്പെടുക, ഭാര്യയും ജോലി ചെയ്യുന്നു, ഭർത്താവും ജോലി ചെയ്യുന്നു, എല്ലാവരും കിടന്ന് രാവും പകലും അധ്വാനിക്കുന്നു. ഒന്നുമില്ല, ഒന്നുമില്ല, ഉറക്കമില്ല, എല്ലാം ശരിയാ. പക്ഷെ കുടുംബത്തിനകത്ത് ധനം ഇല്ല, നന്മ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ പിന്നിൽ വ്യാപരിച്ചത് ആരാന്നറിയാമോ? ഒരു ലാബാനി ശക്തിയാ. നീ അധ്വാനിച്ചത് എവിടെ? നീ അധ്വാനിച്ചത് എവിടെ? ഓ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ട് എവിടെ? കുടുംബം എവിടെ എത്തി? ഇങ്ങനെ കുടുംബത്തെ വലയ്ക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ദൈവസഭയിലെ ദൈവജനത്തിന്റെ മധ്യത്തിൽ, കുടുംബങ്ങളുടെ മധ്യത്തിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാതെയാക്കിക്കൊണ്ട് പോരാടുന്ന ദുഷ്ട ശക്തിയിൽ നിന്നും നമുക്ക് ജയം കിട്ടിയേ പറ്റൂ. ആത്മാവിൽ കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ദൈവത്തെ തുണിച്ചെന്ന് ജയം നേടുകയാണ്. ഇന്നു മുതൽ ദൈവം ഒരു പുതിയ വെളിപ്പാട് തരാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടുപേരും അധ്വാനിക്കും. അപ്പൊ ഒരാൾ പറയും എന്റെ അധ്വാനം എടുക്കാൻ പാടില്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് വിലക്ക് പലതും സംഭവിച്ച് ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ കഴിയാതെ, എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ആവശ്യം വരുന്ന സമയത്ത് ഒന്നും നടക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന ഈ അന്ധകാര വ്യാപാരത്തിന് നമുക്ക് പറയാവുന്ന പേര് വേറൊന്നുമല്ല, ലാബാനി ശക്തിയാണ്. എന്നാൽ എന്റെ ദൈവം ഇടപെടാൻ പോവുകയാണ്, എന്റെ ദൈവം ഇടപെടാൻ പോവുകയാണ്. ഒരു കുടുംബം നന്നായി പോകാൻ തീരുമാനിച്ചു. കുടുംബം നന്നായി പോകാൻ തീരുമാനിച്ചപ്പോ
ഇതാ പോകുന്നു യാക്കോബ് തന്റെ ഭാര്യമാരും മക്കളും എല്ലാവരുമായിട്ട് പോവുക. എന്താ സംഭവം? കുടുംബം നന്നായി പോകാൻ പോണ നേരത്ത് പിന്നാലെ വരിക ആരാ? ലാബാൻ. ഈ ലാബാന് ശക്തി പിന്നാലെ വന്നുകൊണ്ടിരിക്കുക. എന്തിനാ ഈ ലാബാന് ശക്തി വരുന്നതെന്ന് അറിയാമോ? അപ്പൊ കർത്താവ് രാത്രി ഇടപെട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ വല്ല മനസ്സിലായോ? കുടുംബം നേരെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് നീ എന്നറിയോ, 2 ദിവസം നേരെ പോകും ഗുണം. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതേ വ്യക്തി എന്ത് ചെയ്യും? ദോഷം ചെയ്യാൻ തുടങ്ങുക. വല്ല മനസ്സിലായോ? 2 ദിവസം നേരെ പോകും, അടുത്ത 2 ദിവസം വീണ്ടും പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെ വന്നാൽ ആ കുടുംബത്തിൽ സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. സമാധാനത്തോടെ പോകുന്ന കുടുംബത്തിൽ 2 ദിവസം സന്തോഷം, 2 ദിവസം ഗുണം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ ശക്തി എന്ത് ചെയ്യുന്നറിയോ? ദോഷം ചെയ്യാൻ തുടങ്ങി. ഭർത്താവ് ഭാര്യയും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുക. ഗുണവും ചെയ്യും ദോഷവും ചെയ്യും. അങ്ങനെ കുടുംബത്തിന്റെ സ്വസ്ഥത കളയാൻ വേണ്ടിയിട്ട് ഈ ശക്തി പിന്നാലെ വരുന്നത്. തിരിച്ചറിയുന്നവർ മനസ്സിലാക്കിയാട്ടെ. ഗ്ലോറി എൻ്റെ കുടുംബത്തിന്റെ പിന്നാലെ ആവരിച്ച് ഗുണവും ദോഷവും ചെയ്ത് പ്രശ്നമുണ്ടാക്കി, പ്രതിസന്ധി ഉണ്ടാക്കി, ഭാരമുണ്ടാക്കി, ക്ലേശമുണ്ടാക്കി നിൽക്കുന്ന ദുഷ്ടവ്യാപാരത്തിന്റെ മധ്യത്തിൽ ദൈവികമായ ഒരു ഇടപെടൽ ഇന്ന് രാത്രി സംഭവിക്കുന്നു. ഇന്ന് ദൈവം ഇടപെടാൻ പോവുകയാണ്. ദൈവം ലാബാനോട് പറയുകയാണ്, നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്തുകൂടാ. നമ്മുടെ തലമുറകൾ അവർ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവരിടയ്ക്ക് നന്നായി പോകും, ഇടയ്ക്ക് അവരുടെ പ്രശ്നം തീർക്കാൻ നടക്കണം. അവരുടെ ഒരു യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്താ ഇങ്ങനെ വരുന്നത്? ആരെയും കുറ്റം പറയണ്ട, അവൾ ശരിയല്ല, ഇവൻ ശരിയല്ല, ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം. മനുഷ്യരെല്ലാവരും നല്ലവരാണെന്നേ, ദൈവം സൃഷ്ടിച്ചവരല്ലേ. പക്ഷെ എന്താണെന്നറിയോ, അവരുടെ ഇടയിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു ശക്തി, അന്ധകാര ശക്തി. അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പേര് പറഞ്ഞത്, ലാബാനി ശക്തി. ദൈവമക്കളെ തിരിച്ചറിഞ്ഞ് പറയണം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അമ്മായിമ്മയ്ക്കും മരുമകളോടും ഒന്നുമല്ല പ്രശ്നം, മകനും മകളും തമ്മിലും ഒന്നുമല്ല പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിലും ഒന്നുമല്ല പ്രശ്നം, ഈ ജഡരക്തങ്ങളൊന്നുമല്ല പ്രശ്നം. ഇതിൻ്റെ ഇടയ്ക്ക് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ആ വ്യാപാര ശക്തി. ആ വ്യാപാര ശക്തിയെ തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങൾക്ക് പോരാട്ടമുണ്ടെന്ന് തിരിച്ചറിയുന്നു. ഈ പോരാട്ടത്തിന് ജയം തരുവാൻ ദൈവം ഉപയോഗിക്കുന്നത് വേറെ ആരെയല്ല, നമ്മെ തന്നെയാണ്. ആണോ? ഒരു ഫെലിസ്ത്യ ശക്തി നിന്ന് വെല്ലുവിളിക്കുക, ദിവസങ്ങളായി 10-40 ദിവസം നിന്ന് വെല്ലുവിളിക്കുന്ന സമയത്ത് ദൂതനെ ഒന്നും താഴോട്ട് ഇറക്കി വിട്ടില്ല. പകരം എന്താണെന്നറിയോ, ഈ വെല്ലുവിളി തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനുണ്ട്, ഒരു ബാലൻ, ഒരു ദാവീദ് അല്ലേ. ആ ബാലന് വെല്ലുവിളി തിരിച്ചറിയുമ്പോൾ അവൻ പറയുന്നു, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്ന ഇവനാരെ? ഇവനല്ല വലുത്, ഈ ദുഷ്ട അന്ധകാരമല്ല വലുത്, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവമാണ് വലുതെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി ഉണ്ടായാൽ മതി. അവനിലേക്ക് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ദുഷ്ടശക്തിയെ കീഴടക്കാൻ കഴിയുന്ന ദൈവശക്തിയെ ഇപ്പോൾ വ്യാപരിക്കും. നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? 5 കല്ലാണെങ്കിൽ 5 കല്ല്, ആ കല്ലിൽ വ്യാപരിക്കുന്നത് ദൈവശക്തിയാണെന്ന് തിരിച്ചറിയുക. നീ എപ്പോൾ വചനം തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നു, അപ്പോൾ നിന്നെ തന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ഈ അന്ധകാരത്തിന് ജയം തരുവാനായിട്ട്, ഈ അന്ധകാര ശക്തികളിൽ നിന്ന്, വെല്ലുവിളിക്കുന്ന ശക്തികളിൽ നിന്ന് ജയം തരുവാനായി ദൈവം തന്നെ നമ്മെ നിയമിച്ചാക്കിയെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവശക്തി ഏറ്റെടുത്താട്ടെ. യേശുവിന്റെ നാമത്താൽ ഓ ഹല്ലേലൂയ. എല്ലാ കണ്ണുകളടഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഒരു മറുപടി ഇവിടെ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ഇടപെടാൻ പോവുകയാണ്. ലാബാനി ശക്തിയെ അതോടുകൂടെ നിർത്തി ഒരു കൽക്കുമ്പാരം കൂട്ടിവെച്ച് ഇനി നീ കടന്നുകൂടാ എന്ന് പറഞ്ഞ് ഒരതിരിടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്ന തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ഒരതിരിടാൻ പോവുകയാണ്. ലാബാനെ, ഇനി നീ കടന്ന് ഇങ്ങോട്ട് വരരുത്. ഇനി ഈ കുടുംബത്തിലേക്ക്, ഈ വ്യക്തികളിലേക്ക് കടന്ന് ഈ ശക്തിക്ക് കടന്നു വരരുത്. ഇതാ ഞങ്ങൾ അതിരിട്ട് പ്രാർത്ഥിക്കുന്നു, ഒരതിരിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നാലെ വന്ന് ഓ ഹല്ലേലൂയ പ്രശ്നമുണ്ടാക്കി, പ്രതിസന്ധി ഉണ്ടാക്കിയ ദുഷ്ടവ്യാപാരമേ ഞങ്ങൾ ഇത് അതിരിടുകയാണ്. ഇനിമേൽ നീ മുന്നോട്ട് പോകരുത്, തിരിച്ചു തിരികെ പോകാം. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ.